പാട്ടായി കൂട്ടിന് കൂട്ടായി പഴമയിൽ ഒരു പുതുമ പഴമയിൽ ഒരു പുതുമ പുതുമാരിയിൽ മറുപേടലിൽ അകതാരിൽ മലയോളിയായി സുധീരൻ ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ പി സി വിശ്വനാഥ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ എംഎൽഎമാരുടെ എണ്ണം മാത്രമായിരിക്കില്ല പ്രധാനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എണ്ണം മാത്രമെങ്കിൽ എന്നേ പ്രഖ്യാപിക്കാമായിരുന്നു. ജനവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളുമടക്കം ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യം മുഖ്യമന്ത്രി ആരെന്നറിയട്ടെ എന്ന നിലപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന നേതാവ് മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ മാത്രം പിണറായി പ്രതിപക്ഷ നേതാവ് ആകുമെന്നാണ് സൂചന. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പക്ഷത്തിന്റെ നിലപാടെന്നാണ് അറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനിൽ മാത്രം അടിച്ചേൽപ്പിക്കാതെ സിപിഎം പൊളിറ്റ് ബ്യൂറോ തോൽവിയുടെ ഭാരം ഒരു വ്യക്തി മാത്രം ഏറ്റെടുക്കേണ്ടതില്ലെന്നും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും 2 ദിവസത്തെ പി യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബി. തമിഴ്നാട്ടിൽ ഇന്ന് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തമിഴ്നാട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കി ഡിഎംകെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. അണ്ണാ ഡിഎംകെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാവ് ജെസിഡി പ്രഭാകരനെ നിശ്ചയിച്ചു. വിജയ് സർക്കാരിന്റെ കീഴിൽ നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിചയസമ്പന്നനായ പ്രഭാകരനെ എത്തിക്കുന്നതിലൂടെ അനായാസം വിജയിച്ച സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ടിവികെയുടെ കണക്കുകൂട്ടൽ. എം രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരണത്തിന് കീഴിൽ പരീക്ഷകളിൽ നടന്ന വ്യാപകമായ അഴിമതി യുവാക്കളുടെ ഭാവി കവർന്നെടുക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി എം പി. യുവാക്കളുടെ ഭാവി ബിജെപി സർക്കാർ കൊള്ളയടിക്കുന്നുവെന്നും